ഇറാന്റെ അടുത്ത പരമോന്നത നേതാവാകാൻ തനിക്ക് അനൌദ്യോഗികമായി ക്ഷണം ലഭിച്ചുവെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ഈ നിർദ്ദേശം താൻ നിരസിച്ചതായും ട്രംപ് വ്യക്തമാക്കി. വാഷിംഗ്ടൺ DC-യിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപ് വിചിത്രമായ അവകാശവാദം ഉയർത്തിയത്. ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഉണ്ടായ വിടവ് നികത്താനായാണ് അവർ തന്നെ സമീപിച്ചതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ മാസം US-ഉം ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതോടെ ഇറാനിൽ വലിയൊരു ഭരണശൂന്യത നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയെ പിന്നീട് പിൻഗാമിയായി തെരഞ്ഞെടുത്തുവെങ്കിലും യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹം പൊതുവിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അദ്ദേഹം ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സയിലാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇറാന്റെ ക്ഷണത്തെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദം. അതേസമയം ഇറാനിലെ യുദ്ധം ലക്ഷ്യത്തിനടുത്തെത്തിയെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ചർച്ച നടക്കുന്നുവെന്ന് സമ്മതിക്കാൻ ഇറാൻ നേതാക്കൾക്ക് ഭയമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇറാനുമായി രഹസ്യ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും അവർ വെടിനിർത്തലിന് ആഗ്രഹിക്കുന്നുണ്ടെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ അമേരിക്കയുമായി യാതൊരു ചർച്ചയും നടക്കുന്നില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ ഇക്കാര്യം ഔദ്യോഗികമായി നിഷേധിച്ചിരിക്കുകയാണ്. ട്രംപ് തന്നോട് തന്നെയാണോ ചർച്ച നടത്തുന്നതെന്നാണ് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫാഗാരി പരിഹസിച്ചത്. അതേസമയം അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിബന്ധനകൾ ഇറാൻ നേരത്തെ തന്നെ തള്ളിയിരുന്നു. പകരമായി ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ അധികാരം അംഗീകരിക്കുക, ആക്രമണങ്ങൾ ഉടൻ നിർത്തുക, ഭാവിയിൽ യുദ്ധമില്ലെന്ന ഉറപ്പ് നൽകുക, യുദ്ധനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ 5 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്.